നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എന്നോട് സോറി ചോദിക്കുകയാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാൻ തന്നെ ചോദിക്കും, അതൊക്കെ എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോ തുടങ്ങിയാണല്ലോ. എന്റെ മോനെ എന്റെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? എന്റെ വാപ്പാനെ വിളിച്ചു. നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാ, നിങ്ങൾ കമന്റ് ഇടുക. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം. ഇജെന്താണ് ഈ പറയുന്നത്? ആര് മലപ്പുറത്താരനെ തന്തക്ക് വിളിച്ചെന്താണ് പറയുന്നത്? ആര് വിളിക്കാനാണ് തന്തക്കൊക്കെ? കണ്ടവന്മാര് ഏനി വെച്ച് തന്തക്ക് വിളിയേറ്റുന്നവർ ഞമ്മെന്തിനാണ് കമന്റ് ചെയ്തത്? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അറിയുന്നോണ്ടൊന്നും തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നീ സ്വയം നിയന്ത്രിക്കണം. റാംബോന്ന് പറഞ്ഞ നമ്മളെന്തിനാ ബെല്ലി വിളിച്ച് ആ ബെല്ലി വിളിയേറ്റിരിക്കാമെന്ന ആൺകുട്ടിയായ ഷാജഹാനും ആൺകുട്ടിയായ സുഞ്ചൻ കൊണ്ടാട്ടിയുമാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂ. ഇപ്പൊ നോക്കോ, ഇതിപ്പൊ സോഷ്യൽ മീഡിയയിൽ അടിപൊട്ടു. നോക്കോട്ടെ. എടാ, നിനക്കൊക്കെ എന്തൊക്കെ നല്ല കാര്യം ചെയ്യാം. കഴിവുള്ള പിള്ളേരെ ഡാൻസ് കൊളാബ് അക്സെപ്റ്റ് ചെയ്യാം, പാട്ട് കൊളാബ് അക്സെപ്റ്റ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇതൊന്നും നിനക്ക് പറ്റൂല. കണ്ടവന്മാരെ കൊണ്ട് തല്ലുപിടിക്കാണ് നിന്റെ പരിപാടി. അല്ലെങ്കിൽ നിനക്കൊക്കെ പെൺപിള്ളേരെ തുണിയുടെ അളവെടുക്കാനും ഇവന്മാരെ തല്ലുപിടിപ്പിക്കാനോ മാത്രമേ പറ്റുള്ളൂ. ആറെന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിക്കുമ്പേ കാണാൻ നല്ല ചന്തോണ്. ആ, സ്വന്തം നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴും ഇത് തന്നെ പറയാം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി. താങ്ക് യു ഡാഡി. ബൈ. ഇന്നലെ ഇന്നൊന്നൊരു വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. മനസ്സുക്കുള്ളേ സന്തോഷം നിലച്ചിരിക്ക സമയം